ഒരു ഭാഗത്ത് കഞ്ചാവ് ഒരു ചെടി മാത്രമാണെന്നും അത് യഥേഷ്ടം ഉപയോഗിക്കലാണ് ആണത്വമെന്നും സമൂഹത്തിലെ ചെറുപ്പക്കാരെയും കുടുംബങ്ങളെയും പഠിപ്പിക്കുന്ന പരസ്യമായ ബ്ലോഗറുടെ കാലഘട്ടം. മറുഭാഗത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് ക്ഷണിക്കുകയും അത് ഉപയോഗിക്കുകയും 12ഓളം സഹപാഠികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ 9ാം ക്ലാസ്സുകാരന് സാധിക്കുന്ന കാലഘട്ടം. മറുഭാഗത്ത് പെണ്ണുങ്ങളെ കൊണ്ട് ആൺവേഷം കെട്ടിക്കാനും എന്നിട്ടതിനൊരു ഇംഗ്ലീഷ് പേര് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന സാംസ്കാരിക അതല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരം കേരളത്തിലേക്ക് പറിച്ചു നടാനും എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് ആൺവേഷം കെട്ടിക്കലാണ് പുരോഗമനം, ലിംഗസമത്വം എന്ന് പഠിപ്പിക്കപ്പെടുന്ന കലാലയങ്ങളുടെ ചരിത്രങ്ങളാണ് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര വിരോധാഭാസമാ. ഒരു പെണ്ണിനോട് വീണ്ടും പറയുന്നു, നീ ആണിനെ കണ്ട് ജീവിക്കണം, ആണിനെ പോലെ ധരിക്കണം, എങ്കിലേ ജെൻഡർ ന്യൂട്രാലിറ്റി ആകൂ, ലിംഗസമത്വമാകൂ. അവിടെയും ഈ വിവരമില്ലായ്മകൾക്ക് ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പെണ്ണിനോട് വീണ്ടും പറയുന്നു, നീ ആണിനെ പോലെ ജീവിക്കണം, അവിടെ ആണിനാ മേൽക്കോയ്മ. അതുപോലും തിരിച്ചറിയാൻ വിവരമില്ലാത്ത യുക്തിവാദികളുടെ വാക്കുകൾ കേട്ട് തുള്ളുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ പെണ്ണിനോട് ഇസ്ലാം പഠിപ്പിച്ചത് ലിംഗസമത്വത്തെക്കുറിച്ചല്ല. പെണ്ണെ, നീ നീയായിട്ട് വളരണം. പെണ്ണിന്റെ അസ്തിത്വത്തിൽ നിന്ന് നിനക്ക് ആണിനെ കീഴ്പ്പെടുത്താൻ പറ്റും. ലോകത്തങ്ങനെ നേടിയെടുത്ത സ്ഥാനങ്ങളെ കൊണ്ട് ആളുകൾ, സ്ത്രീകൾ അല്ലെങ്കിൽ സഹോദരിമാർ അവരുടെ ഉന്നതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിരവധി സ്ത്രീകൾ എങ്ങനെ സമൂഹത്തിന്റെ പല ഭാഗത്തും അവരുടേതായ സ്ഥാനമുറപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതാണിനെപ്പോലെ വസ്ത്രം ധരിച്ചിട്ടല്ല. ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് വാചാലമായി സംസാരിച്ച് ആണിന്റെ ജീൻസും ആണിന്റെ കുപ്പായവും പെണ്ണിനെ കൊണ്ട് ധരിപ്പിച്ചിട്ടല്ല. സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് ലോകം കീഴടക്കിയ നിരവധി സ്ത്രീ ഉന്നതികളായ മഹിളകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ സംസ്കാരത്തിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും കടന്നു വരുമ്പോൾ എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സംസ്കാരത്തെ നശിപ്പിക്കുന്ന, അധർമ്മത്തെ വാരിപ്പിടിക്കുന്ന, കൊള്ളരുതായ്മകളും തോന്നിവാസികളുമാറ്റുന്ന ഇത്തരം ലിബറൽ ചിന്തകൾ ഇന്നത്തെ തലമുറയിലേക്ക് കുത്തിവെക്കപ്പെടുമ്പോൾ നാളെ പാശ്ചാത്യ പൗരസ്ത്യ രാജ്യങ്ങൾ അനുഭവിച്ച കുത്തഴിഞ്ഞ ലൈംഗികതയും ആഭാസവും നമ്മുടെ നാടുകളിലേക്ക് പറിച്ചു നടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതിന്റെ പേരിലും മൗനം പാലിക്കുന്ന പലർക്കും അറിയില്ല ഇതിന്റെ ബേജാറ്, ഇതിന്റെ ഗൗരവം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിന്റെ അതേ അവസ്ഥ ഇസ്ലാമിക ലോകത്ത് ജാഹിലിയത്തിലുണ്ടായിരുന്നു. കുത്തഴിഞ്ഞ ലൈംഗികത, ആൺപെൺ വ്യത്യാസമില്ലാത്ത ആഭാസത്തരം, ആർക്കും തോന്നിയ പോലത്തിൽ ജീവിക്കാമെന്ന ലിബറൽ ചിന്ത അതിന്നുണ്ടായതല്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളിലേക്ക് വരുമ്പം ലോകത്തേറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ചിന്തക്കായിരുന്നു അന്ന് മക്കക്കാര് താല്പര്യം പ്രകടിപ്പിച്ചത്. കള്ളുകുടിക്കണം, പെണ്ണുപിടിക്കണം, പരസ്പരം കൊന്നൊടുക്കണം എന്ന ചിന്തകൾ മാത്രം. എത്രത്തോളം എന്നാൽ ഓരോ വീട്ടിലും കള്ളിന്റെ വിപ്പയുണ്ട്, ലഹരിയുണ്ട്. അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ലഹരിയിലൂടെ മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. ഓരോ വീട്ടിലെയും കള്ളിന്റെ വീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ അവർ തറവാടിന്റെ പോരിശ കാണിച്ചിരുന്നു. ഓരോ വീട്ടിന്റെ മുൻപിലും അവർ എഴുതി വെച്ചിരുന്നു, എനിക്ക് ഇന്നത്തേക്ക് രാത്രിക്ക് വേണ്ടി മാത്രം എനിക്കൊരു ഭാര്യയെ വേണം. ഇസ്ലാം അതിന് വാക്ക് പ്രയോഗിച്ചു മുത്അ. ആ മുത്അ എന്ന വാക്കിൽ ഇന്ന് വിശദീകരിച്ചാൽ കാണുന്ന പെടയുടെ പിന്നാലെ ആണ് പാഞ്ഞു ചെല്ലും, കാര്യം തീർക്കും, അതിനെ പറഞ്ഞയക്കും. അത്രമാത്രം കുത്തഴിഞ്ഞ ലൈംഗികതയിലും അരാജകത്വത്തിലും ലഹരിയിലും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നതായിരുന്നു അവരുടെ ചിന്ത. ജീവിതം ഒരിക്കലേയുള്ളൂ, കള്ളു കുടിക്കാതെന്ത് ജീവിതം. കള്ളിന്റെ വിപ്പയിൽ ഈച്ച വീട് ചത്തപ്പം ഈച്ചയെടുത്തവര് ഔലിയയാക്കി. കള്ളുകുടിച്ച് മരിക്കാൻ പറ്റിയൊരു സംഭവം എന്നവരതിന്റെ പുരോഗമനമായിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് മരണം, ഇതൊക്കെയാണ് ലൈഫ് എന്നവര് പറയാൻ തുടങ്ങി. ഏതൊരു സ്ത്രീയെ കണ്ടാലും കൂട്ടിക്കൊണ്ടുപോകും, പിടിച്ചു വലിക്കും, അവരാസ്വദിക്കും. എന്നിട്ട് അവരോട് പറയും, ഇതാണ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു.
ആ കാലഘട്ടത്തിൽ ആ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നതും അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും ഇസ്ലാമിക സന്ദേശവും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഒരു ദൈവഭയമുണ്ടെങ്കിൽ മാത്രമേ ലോകം നന്നാവൂ, മനുഷ്യന്റെ സംസ്കാരങ്ങൾ നന്നാവൂ, അവന്റെ ജീവിതത്തിന് അടുക്കും ചിട്ടയും വരൂ. എന്നെ അറിയാൻ, എന്നെ കാണാൻ എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വ്യത്യസ്തരായത്. ആ ചിന്തകളിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂലുള്ള അവരെ ക്ഷണിച്ചപ്പം അവർക്ക് സമാധാനം എന്തെന്നറിയാൻ സാധിച്ചു. ജീവിതത്തിന്റെ ആസ്വാദനത്തെക്കാൾ കാത്തിരിക്കുന്ന സ്വർഗത്തെ അവർ സ്നേഹിച്ചു. ഇതിനേക്കാളും കുടിച്ചാലും വലിച്ചാലും കിട്ടുന്നതിനേക്കാളും സന്തോഷം ഒരു ധർമ്മ ജീവിതം നയിച്ചാൽ കിട്ടുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ദിവസം 3 നേരം വസ്ത്രം മാറി ഇന്നത്തെ ഫ്രീക്കനെ പോലെ അന്ന് ഫ്രീക്കനായി നടന്ന ഒരു മനുഷ്യനായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. ശരീരത്തിൽ വെറൈറ്റികളായ വ്യത്യസ്ത സുഗന്ധമുള്ള ബോഡി സ്പ്രേകളെ പോലെയുള്ള സ്പ്രേകളെ അദ്ദേഹം ഉപയോഗിക്കൂ. അതിന്റെ സ്മെല്ല് കിട്ടാൻ മദീനയിലെ തെരുവിലെ സ്ത്രീകൾ കാത്തിരുന്നു, സ്ത്രീകളെ ആഗ്രഹിപ്പിച്ചിരുന്നു. ആ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് വന്നു. മാസങ്ങൾക്ക് ശേഷം റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മിസ്അബേ, താങ്കൾക്ക് എന്തു തോന്നുന്നു? മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, 3 നേരം വസ്ത്രം മാറ്റി മറ്റുള്ള സ്ത്രീകളുടെ നോട്ടം ആഗ്രഹിച്ച് ജീവിച്ച കാലത്തേക്കാൾ എന്റെ ജീവിതത്തിന് വല്ലാത്തൊരു സമാധാനം, എന്റെ ജീവിതത്തിന് എനിക്കൊരു അടുക്കും ചിട്ടയും വന്നു. എന്നെ ആരോ നിയന്ത്രിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നി. എന്റെ മടക്കം എന്റെ റബ്ബിന്റെ അരികിലേക്കാവണമെന്ന് ഞാൻ നിയ്യത്ത് വെച്ചു. അതുകൊണ്ട് നബിയെ, എനിക്ക് എന്റെ ജീവിതത്തോടൊരു വല്ലാത്ത താല്പര്യം തോന്നുന്നു. ഞാൻ അങ്ങനെ നശിക്കേണ്ടവനല്ല, ഞാൻ അങ്ങനെ മോശക്കാരനാവേണ്ടവനല്ല എന്നെനിക്ക് തോന്നുന്നു റസൂലേ എന്ന് പറയുന്ന ചിന്തയിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും ഇസ്ലാമിക ചിട്ടകളും അവരെ തിരുത്തിക്കൊണ്ടുവന്നു. ആ രംഗത്തെപ്പറ്റി അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹ്, അള്ളാഹു അവരെ നയിക്കുന്നുണ്ട്. മനിത്തബഅ റിദ്വാനഹു, അള്ളാഹുവിന്റെ പ്രീതി അതാര് പിൻപറ്റുന്നുവോ ആ പിൻപറ്റുന്ന വ്യക്തികളെ അള്ളാഹു നയിക്കുന്നു. സുബുലസ്സലാം, സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക്, ഒരാശങ്കയുമില്ലാത്തൊരു ജീവിതത്തിലേക്ക്. എന്റെ മകൻ അപ്രതീക്ഷിതമായി മരിച്ചോ, എന്നെ ആശ്വസിപ്പിക്കുന്നവർക്ക് പറയാനൊരു വാക്കുണ്ട്, അള്ളാഹ് അത്രേ വിധിച്ചിട്ടുള്ളൂ, അതെനിക്ക് സമാധാനമാണ്. കച്ചവടത്തിന്റെ ഭാരിച്ച ലാഭത്തിലേക്ക് എത്തുന്നതിന്റെ സെക്കൻഡ് മുൻപ് അത് തട്ടിത്തിരിഞ്ഞു, എനിക്ക് സമാധാനമാ, എനിക്ക് അള്ളാഹ് അത്രേ വിധിച്ചിട്ടുള്ളൂ. അപ്രതീക്ഷിതമായ മരണങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ, എനിക്കല്ലാതെ വിധിച്ചിട്ടുള്ളൂ. ആ വിധിച്ച റബ്ബ് അതിനേക്കാളും പകരം എനിക്കെന്തോ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസം വല്ലാത്തൊരു സമാധാനം നൽകും. സുബുലസ്സലാം, എന്റെ റബ്ബ് എനിക്ക് സമാധാനം നൽകും. വയുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, ആ സന്ദേശം അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിക്കും. ബിഇദ്നിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അവനെ അല്ലാഹു നേരായ പാതയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. ഈ ലോകത്ത് ആസ്വദിച്ചും അറുമാദിച്ചും ജീവിക്കുന്നതിന് നൈമിഷികമായ സുഖമേയുള്ളൂ. കുടിക്കുന്നവൻ കുടിച്ചതിന്റെ കെട്ടുവിടുന്നത് വരെ മാത്രമേ അവൻ ആസ്വാദനമുള്ളൂ. പക്ഷെ കുടിക്കാത്തവർ റബ്ബിനെ സ്നേഹിക്കുമ്പം ഓരോ മണിക്കൂറും ആസ്വാദനമാ, ഓരോ കാഴ്ചകളും ആസ്വാദനമാ. പരന്നു കിടക്കുന്ന കടല് കണ്ടാലും മേലോട്ട് വളരുന്ന തെങ്ങ് കണ്ടാലും ഓരോ സസ്യത്തിന്റെ ലലാദികൾ കണ്ടാലും അവൻ ആശ്വസിക്കും. ഇതെന്റെ റബ്ബിന്റെ വല്ലാത്തൊരു സൃഷ്ടിപ്പ് തന്നെ. ഏത് സെക്കൻഡും അവനവന്റെ മക്കളെ കാണുമ്പം, കുടുംബത്തെ കാണുമ്പം, അവന്റെ ജോലിയിലുള്ള അധ്വാനം കാണുമ്പം, അവന്റെ ക്ഷീണവും ത്യാഗവും അവൻ സ്വയം ഓർമ്മിക്കുമ്പം, അതൊക്കെ എന്റെ റബ്ബിന് വേണ്ടിയാണ്, എന്റെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രക്കാണ് എന്ന് ചിന്തിക്കുമ്പം അത് വല്ലാത്തൊരു സമാധാനം നൽകും. അതാണ് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നതും. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹ് നിങ്ങൾക്ക് സമാധാനം തരും. പക്ഷേ എക്കാലഘട്ടത്തിലും പിശാചുക്കളും പിശാചിന്റെ ചിന്തകളുള്ള ഇത്തരത്തിലുള്ള മതനിഷേധികളും ആഗ്രഹിക്കുന്നത് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ, നാടിനും വീടിനും കുടുംബത്തിനും ഉപകാരപ്പെടാതിരിക്കാൻ വേണ്ടിയാ. ആലോചിച്ചു നോക്കൂ, ഇന്ന് യുക്തിവാദത്തിന്റെ പേര് പറഞ്ഞ് തെരുവിൽ തുള്ളുന്ന പലരും ഒറ്റക്കാക്കപ്പെട്ടവരാ, രക്ഷിതാക്കൾ അവഗണിച്ചവരാ. സ്വന്തം ശരീരം മക്കൾക്ക് പകർത്താൻ വേണ്ടി ചിത്രം വരയ്ക്കാൻ ഉടുത്തുണി അയച്ചു കൊടുത്ത ഫാത്തിമയാണെങ്കിലും, അല്ലെങ്കിൽ അപരന്റെ ആരാധനാലയത്തെ കൊഞ്ഞനം വിളിക്കുന്ന മറ്റേത് മുസ്ലിം നാമധാരികളാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും അവരൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാ, ഉപേക്ഷിക്കപ്പെട്ടവരാ. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, യുക്തചിന്തകളും അത്തരത്തിലുള്ള മതനിഷേധവും ഇത്തരത്തിലുള്ള പിശാചിന്റെ ചെയ്തികളെ പോലെ തന്നെ അതേ പണിയും അവരെടുക്കും. നാടിനും വീടിനും അവരൊറ്റപ്പെടും, വേണ്ടാത്തവരാകും. അവസാനം ആ സ്വതന്ത്ര ചിന്തകൾ അവരെ മൃഗങ്ങളിലേക്ക് എത്തിക്കും. ആ മൃഗങ്ങളുടെ അവസ്ഥയെ അവരെ താരതമ്യം ചെയ്യും.
മനുഷ്യരെ അവരെ സാദൃശ്യപ്പെടുത്തില്ല, മൃഗങ്ങളെ. അതുകൊണ്ടാണല്ലോ കേരളത്തിലുള്ള മതവിശ്വാസത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പം ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് ഒരു യുക്തിവാദി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മൃഗങ്ങൾക്കെവിടെ, മൃഗങ്ങൾക്ക് മതമില്ലാത്തത് കൊണ്ട് അവര് സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ, അതുകൊണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിക്കണം. തിരിച്ചു മറ്റൊരാൾ ചോദിച്ചു, മലമൂത്ര വിസർജനം ചെയ്താൽ മൃഗം എപ്പോഴാ ബാത്റൂമിൽ പോകാറുള്ളത്? ഒരു കപ്പ് വെള്ളവുമായിട്ട് ഏത് മൃഗമാ വിസർജിക്കാൻ പോകാറുള്ളത്? മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യനെ വ്യത്യസ്തപ്പെടുത്തുന്നത് അവന്റെ ദൈവഭയമാ, റബ്ബ് കാണാനുണ്ടെന്ന ബോധം. അതുകൊണ്ട് തന്നെ ആ ബോധം നഷ്ടപ്പെടുത്താൻ പല നിലക്കും നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു തലമുറയെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും മീഡിയകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും നമ്മളെ മക്കളെ സ്വാധീനിച്ചു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും, അല്ല ഓരോ നാടും അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ തലമുറകളിൽ ആ ഫിത്തിന കയറിക്കൂടാതിരിക്കാൻ. പണ്ടൊക്കെ ദൂരെ ദൂരെ എന്ന് ചൂണ്ടിപ്പറഞ്ഞ പലതും ഇന്നപ്പുറത്തിപ്പുറത്ത് എന്ന് പറയേണ്ട അവസ്ഥയിൽ എത്തുന്നുണ്ടെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് എല്ലായിടത്തും ഈ പിശാചുക്കൾ രണ്ടു കൂട്ടരുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് മനുഷ്യ പിശാച്, രണ്ട് ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ. ഇവര് രണ്ടു കൂട്ടരും നമ്മളുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട്. അവര് പോകുന്ന ക്ലാസുകളിൽ, അവര് പങ്കെടുക്കുന്ന പരിപാടികളിൽ, അവരുടെ സൗഹൃദങ്ങളിൽ, അവരുടെ പ്ലേ ഗ്രൗണ്ടുകളിൽ, ഇങ്ങനെ പല സ്ഥലത്തും നമ്മളെ മക്കളെ അവർ കാത്തിരിക്കുമ്പം അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വീട്ടിൽ നിന്നിറങ്ങുമ്പോ പോലും നിങ്ങൾ ആ ഫിത്തിനയെ ഭയപ്പെടണം. അവരെ തൊട്ട് റബ്ബിനോട് കാവല് ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാനെ പറ്റി ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലുള്ള എന്ന് വീട്ടിൽ നിന്നിറങ്ങിയാലും ആ വീട്ടിന്റെ പടിവാതിക്കൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ അദില്ല, വഴി തെറ്റിപ്പോകുന്നതിൽ നിന്ന്, ഔ ഉദല്ല, വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു, ഔ അസില്ല, അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുന്നതിൽ നിന്നും, ഔ ഉസല്ല, വ്യതിചലിച്ച് കളയിപ്പിക്കുന്നതിനെ തൊട്ടും എന്നെ വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്നവരിൽ നിന്നും ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു, ഔ അദ്ലിമ ഔ ഉദ്ലമ, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും, അല്ലെങ്കിൽ അക്രമിയാവുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു, ഔ അജ്ഹല, അല്ലെങ്കിൽ വിഡ്ഢിത്തം ചെയ്യുന്നതിൽ, ഔ ഉജ്ഹല അലയ്യ, എന്നെ ഒരു വിഡ്ഢിയാക്കുന്നതിൽ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ആ പിശാചുക്കളെ പിൻപറ്റിയാൽ അത് മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ ജിന്നുവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരേറ്റവും നാണം കെട്ടൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കൂ. ആ രണ്ട് പിശാചുക്കളുടെയും ലക്ഷ്യം നമ്മളെ നാടിനും സമൂഹത്തിനും വേണ്ടാത്ത നാണം കെട്ടവരാക്കി മാറ്റണം. മാറ്റുന്നില്ലേ? പാതയോര വക്കിൽ ഉടുതുണിയില്ലാതെ കിടക്കുന്നില്ലേ പലരും? സ്വന്തം കുടുംബത്തിലെ പെങ്ങന്മാരെ കയറിപ്പിടിക്കുന്ന ലഹരി ഉപയോഗിക്കുന്നവരില്ലേ? വലിച്ചും കുടിച്ചും ജീവിതം ആർക്കോ വേണ്ടി നശിപ്പിക്കുന്ന നാണം കെട്ടൊരു ജീവിതം നയിക്കുന്ന നിരവധി ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, ഏറ്റവും നാണം കെട്ടൊരു ജീവിതത്തിലേക്ക് മതനിഷേധവും ഇത്തരത്തിലുള്ള ചിന്തകളും മനുഷ്യനെ കൊണ്ടെത്തിക്കൂ. എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. അള്ളാഹു വിശ്വാസികളെയാ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? വിശ്വാസികളിൽ ചിലർ പേരുകൊണ്ടേ മുസ്ലിം ആവുന്നുള്ളൂ. അവർക്ക് ഇസ്ലാമിന്റെ ചില കാര്യങ്ങളോട് വല്ലാത്തൊരു അലർജി ആയിരിക്കും. ഇസ്ലാം എന്നാൽ ഇങ്ങനെ ഉടുക്കണം എന്ന് പറയുന്നു, ഇങ്ങനെ നടക്കണം എന്ന് പറയുന്നു. ഇതെന്തൊരു ഇസ്ലാം? അത് കേൾക്കരുത്, ഇത് കേൾക്കരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് പറയരുത് എന്നൊക്കെയുള്ളൊരു വല്ലാത്ത അലസതയായിട്ടും വല്ലാത്തൊരു അലസായിട്ടുമേ അവർക്ക് ഇസ്ലാമിനെ തോന്നിയിട്ടുള്ളൂ. ആ തോന്നുന്നവരുടെ മനസ്സിലാണ് പിശാചിന്റെ പണി. അതുകൊണ്ടാ റബ്ബ് വിളിച്ചതും അല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ. പേരുകൊണ്ട് മുസ്ലിമായവരെ, നിസ്കാരം കൊണ്ട് മുസ്ലിമായവരെ, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് മുസ്ലിമായവരെ നിങ്ങളെയും പിശാച് കൊണ്ടുപോകും. കാരണം ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ പിന്നാലെ പോകരുത്. പിശാചിന്റെ വഴി നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, ആരെങ്കിലും ആ പിശാചിന്റെ വഴിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശായി, അവൻ നിങ്ങളെ കൊണ്ട് മ്ലേച്ഛത ചെയ്യിക്കും. വൽ മുൻകരി, വെറുക്കപ്പെട്ട പലതും നിങ്ങളെ കൊണ്ട് അവൻ ചെയ്യിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ പിശാചിന്റെ വഴി തെരഞ്ഞെടുക്കാൻ പാടില്ല. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യ പ്രകൃതിക്ക് വേണ്ടിയാണെങ്കിൽ ആ പ്രകൃതിക്ക് എതിരായതൊന്നും
നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. സംസ്കാരവും ധർമ്മവും നഷ്ടപ്പെടുത്തുന്ന, നീതിയോട് ചേർന്ന് നിൽക്കുന്ന നന്മയുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ നമ്മക്ക് ചെയ്താല് എന്ന് ചിന്തിക്കരുത്. അവൻ വലിക്കുന്നുണ്ട്, അവൻ കുടിക്കുന്നുണ്ട്, അവൻ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ട്, ഓൻ ഇതിന്റെ ആളാ എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കരുത്. കാരണം അത് ചെയ്യുന്ന ആളുകൾക്കുള്ളത് അള്ള കണക്കാക്കി വെച്ചിട്ടുണ്ട്, അത് അള്ള കൊടുത്തോളും. എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുക എന്ന ചിന്ത, അത് പിശാചിന്റെ ചിന്തയാ. നിങ്ങളെ അതിലേക്ക് എത്തിക്കാൻ ആരെന്തൊക്കെ ചെയ്താലും ഞാൻ അതിലേക്കില്ല എന്ന് തീരുമാനിക്കുന്ന മനസ്സാ അള്ള ആവശ്യപ്പെടുന്ന മനസ്സ്. അതാണ് റബ്ബ് പറയുന്നത്, നബിയെ വദറു ളാഹിറൽ ഇസ്മി വബാത്തിനഹു, വദറു നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. ആരെ? ളാഹിറൽ ഇസ്മി വബാത്തിനഹു, പരസ്യമായിട്ട് ചെയ്യുന്നവരെയും കാണാം, രഹസ്യമായിട്ട് ചെയ്യുന്നവരെയും കാണാം. അവരും ഇവരും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, ആരെങ്കിലും അങ്ങനെ പാപം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ, അത് നിങ്ങളെ ഒരിക്കലും ആശങ്കപ്പെടുത്തണ്ട. അവര് ചെയ്തതിനുള്ളത് അള്ള കണക്ക് നോക്കാൻ വെച്ചതാ, അത് അള്ളാഹു കൊടുത്തുകൊള്ളും. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കണ്ട്, മറ്റുള്ളവരെ കണ്ട്, എന്റെ ക്ലാസ്സിൽ എല്ലാവരും അത് ചെയ്യുമ്പം, എല്ലാവരും പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം എല്ലാവരും പുകയ്ക്കുമ്പം ഞാൻ മാത്രം ഒരു മൊണ്ണനായിട്ട് മാറി നിൽക്കുന്ന, അത് ശരിയല്ല എന്ന ചിന്ത, അത് പിശാചിൽ നിന്നുള്ള ചിന്തയാ. നിങ്ങളെ നാണം കെട്ടൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ പിശാച് പണിയെടുത്തോണ്ടിരിക്കുകയാ. അതാഗ്രഹിക്കുന്ന മക്കളുടെ മനസ്സിൽ ഇളക്കമുണ്ടാക്കാൻ പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും സാധിക്കുന്നുണ്ട്. ആണിനെ പോലെ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പം പർദ്ദയും മഫ്തയും ഇട്ട് ഉമ്മാന്റെ ദീനിനനുസരിച്ചിട്ട് ജീവിക്കാൻ മടിക്കുന്ന ചില പെൺകുട്ടികൾ അത് ആഗ്രഹിച്ചേക്കാം. ആ മനസ്സ് കാണിക്കത്തിക്കാനും പിന്തുണ കൊടുക്കാനും പല രീതിയിലും പലരും പണിയെടുക്കുമ്പം ഒരു നല്ല രക്ഷിതാക്കളാവാൻ കാലഘട്ടം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല വാപ്പയാവാൻ രാഷ്ട്രീയവും മതവും അതല്ലെങ്കിൽ സംഘടനാ കക്ഷിത്വങ്ങളും മറന്ന് ഒരു നല്ല വാപ്പയുമ്മയും ആവാൻ കാലവും അള്ളാഹുവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. കാരണം ഇന്നത് ദൂരെയുള്ള സ്കൂളാണെങ്കിൽ നാളെ നമ്മളെ കൺമുൻപിലുള്ള സ്കൂളിൽ നമ്മൾ അത് കേൾക്കേണ്ടി വരും. അവിടെ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ളത് ഓരോരുത്തരും അവനവന്റെ മക്കൾക്ക് മുൻപിലെങ്കിലും നല്ലൊരു മാതാപിതാക്കളാവാനും നല്ലൊരു പാതയൊരുക്കാനും സാധിക്കുന്നവരാകണം. പലരും പറയുന്നത് പോലെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ ഓരോന്നിന്റെയും ബേജാറും സങ്കടവും നമ്മക്കറിയൂ. പുരോഗമനം പറഞ്ഞ് പ്രസംഗിക്കുന്ന പലർക്കും അധർമ്മം കുടുംബത്തിലെത്തുമ്പം തന്റെ മിണ്ടാട്ടം മുട്ടാറില്ല. ഏതെങ്കിലും ചില പാദങ്ങളിൽ ഒരു കസേരയിൽ ഏതോ ഒരാണിന്റെ തൊടഭാഗത്ത് രണ്ട് പെണ്ണുങ്ങളിരുന്ന് പുരോഗമനം പറയുമ്പം നമ്മളതിനെ ന്യായീകരിക്കും. കൺമുൻപിലുള്ള ഒരു പാതയോരത്ത് ഏതെങ്കിലും ഒരു ആണിന്റെ കാൽമുട്ടുകളിൽ സ്വന്തം മകളെ കാണുമ്പം അത് പുരോഗമനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് പറ്റാത്ത ശൈത്താന്റെ മക്കളായിട്ട് നമ്മളെ കുടുംബത്തെ അല്ലാഹു തആല കണക്കാക്കൂ. അവിടെ എവിടെയെങ്കിലും അത് കാണുമ്പം മനസ്സിന്റെ ഉള്ളിൽ ഒരു ബേജാറ് തോന്നുന്നുണ്ടെങ്കിൽ തന്റെ മകള് മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ലിബറൽ ചിന്താഗതികളിൽ എനിക്ക് ഈ പെണ്ണിന്റെ ഒപ്പരം ജീവിച്ചാൽ മതി എന്ന് മക്കള് പറയുമ്പം അത് അംഗീകരിക്കുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ കാലത്തിനല്ല കുഴപ്പം, നമ്മളെ ഹൃദയത്തിനാ കുഴപ്പം. ആ തിരിച്ചറിവ് ബോധ്യപ്പെട്ട് തിരുത്താൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന പല വാർത്തകളും ആ രീതിയിലുള്ള പല സങ്കടങ്ങളും നമ്മളെ നാട്ടിലും കുടുംബത്തിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ ഒരു നല്ല മാതാപിതാക്കളാവാൻ, ഒരു നല്ല മഹല്ലാവാൻ, ഒരു നല്ല കുടുംബമാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കുടുംബത്തെ സംവിധാനിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം എന്നുള്ളത്. മതതീവ്രത തലക്ക് പിടിച്ച ചില മുസ്ലിം നാമധാരികൾ പറയുന്നു, ആൺകുട്ടികൾ പഠിക്കട്ടെ, പെൺകുട്ടികൾ പഠിക്കണ്ട, അവര് നാളെ മറ്റൊരു കുടുംബത്തിന്റെ ഭാരം വഹിക്കേണ്ടവരും അടുക്കള മാത്രം ഭരിക്കേണ്ടവരുമാണ് എന്ന ചിന്ത ഇസ്ലാമിലില്ല. മറിച്ച് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും
ഭൗതിക വിദ്യാഭ്യാസം അത് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് ഇസ്ലാം എവിടെയും ആരും ഓർമ്മപ്പെടുത്തിയിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഏതൊരു വിദ്യാഭ്യാസവും വിദ്യാഭ്യാസമാകുന്നത് ആ അഭ്യാസത്തിന്റെ കൂടെ തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമാണ്. വിദ്യ ആഭാസമാകാൻ സെക്കൻഡ് വ്യത്യാസത്തിൽ സാധിക്കും. അത് ആഭാസമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്, അതോടൊപ്പം തന്നെ അധ്യാപകരാ, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന മഹല്ലുകൾ, അതോടൊപ്പം തന്നെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇവർക്കൊക്കെ അതിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏതെങ്കിലും 4-5 ആളുകൾ മാത്രം ഒരു എക്സൈസിനെയും കൂട്ടി വന്ന് നാട്ടിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മാറി നിന്ന് എന്ത് നടത്തിയിട്ടെന്താ എന്ന് ചോദിക്കലല്ല കാലം ആഗ്രഹിക്കുന്നത്. ചേർന്ന് നിന്ന് നാളെ എന്റെ തലമുറകളിലേക്ക്, എനിക്ക് മക്കളില്ലെങ്കിലും അഥവാ എന്റെ മക്കൾ വലുതായാലും എന്റെ പേരക്കുട്ടികളിലേക്ക് പോലും ആ